നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും. നമ്മളെല്ലാവരും ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മൾ ഏതൊരു ആവശ്യത്തിന് വേണ്ടിയും ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യും. മൊബൈൽ റീചാർജ് ചെയ്യുന്നതിന് വേണ്ടി, എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വാങ്ങുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും പണം അയച്ചു കൊടുക്കുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഗൂഗിൾ പേ വെല്ലുന്ന ഒരു ആപ്പ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആപ്പാണ്. ഒരുപാട് ഫീച്ചറുകളുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ഓരോ പേയ്മെൻറ്റിനും നിങ്ങൾക്ക് പണം കിട്ടും. വളരെ സേഫാണ്. ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. 3 മാസത്തിൽ വേറെയായി ഞാൻ ഉപയോഗിക്കുന്നത്. ഒരുപാട് ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട്. സാധാരണ നമുക്കറിയാൻ സാധിക്കും ഗൂഗിൾ പേക്കകത്തൊക്കെ നമുക്ക് സ്ക്രാച്ച് കാർഡുകളുണ്ടെങ്കിലും സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഒന്നും കിട്ടില്ല. എന്നാൽ ഇവിടെ ഓരോ പേയ്മെൻറ്റും നിങ്ങൾക്ക് 1 രൂപ, 2 രൂപ, 3 രൂപ വച്ച് 5 രൂപ വരെയൊക്കെ നമുക്ക് മാക്സിമം 6-10 രൂപ വരെയൊക്കെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. വളരെ വ്യത്യസ്തമായിട്ടുള്ള ആപ്പാണ്. നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കുക. ഗൂഗിൾ പേ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകും, അത് ഒഴിവാക്കണ്ട. തൊട്ടടുത്ത് തന്നെ നിങ്ങൾ ഈ ഒരു ആപ്പ് കൂടെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഞാൻ കാണിച്ചു തരുന്ന പോലെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് തുടരാം. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ആപ്പാണ്. പ്ലേ സ്റ്റോറിൽ നിങ്ങൾ സൂപ്പർ മണി എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്ക് കൂടി ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ. സൂപ്പർ മണി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ ഏറ്റവും മുകളിൽ സൂപ്പർ മണി എന്ന് കാണും. ഇവിടെ കാണാം ഈ ഒരു ആപ്പാണ്. ഞാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ആപ്പാണ്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പായതുകൊണ്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്യൂ. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കാണാൻ സാധിക്കും. QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഏറ്റവും മുകളിൽ ടാപ്പ് ടു സ്കാൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ക്യാമറ ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. താഴെ സെൻഡ് മണി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ആർക്കാണോ പണം അയക്കുകയാണെങ്കിൽ അയാളുടെ പേര് അല്ലെങ്കിൽ അയാളുടെ മൊബൈൽ നമ്പറോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേര് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ സേവ് ചെയ്ത നമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് അയാൾ UPI അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോൺ പേ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ Paytm ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് നിങ്ങൾക്ക് പണം അയക്കാൻ സാധിക്കും. താഴെ തൊട്ടടുത്ത് ചെക്ക് ബാലൻസ് ഉള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ അക്കൗണ്ടുകളും, നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ അക്കൗണ്ടും കാണും. ഇത് വളരെ സിമ്പിളാണ്. മൊബൈൽ നമ്പർ കൊടുക്കുക, ബാങ്കുമായി കണക്ട് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ കൊടുക്കുക, നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക, OTP വരും. സാധാരണ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെയാണ് ലോഗിൻ ചെയ്യാനുള്ളത്. തൊട്ടടുത്ത് റിവാർഡ് എന്നുള്ള ഓപ്ഷനുണ്ട്. ഇതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ. ഇവിടെ കാണാൻ ഞാൻ 125 രൂപ എൻ്റെ ഫോണിൽ ഞാൻ ജസ്റ്റ് 1 മാസത്തിൻ്റെ അടുത്ത് ഞാനിത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന 1 മാസമാണ്. ഏകദേശം 1 മാസത്തിനടുത്ത് ഞാൻ ചുരുങ്ങിയ പേയ്മെൻറ്റ് മാത്രമാണ് ഗൂഗിൾ പേ ചെയ്തത്. അതിന് എനിക്ക് 125 രൂപ ഇവിടെ കിട്ടി. അത് ഞാൻ 121 രൂപ ഞാൻ വിഡ്രോ ചെയ്തു. ഇനി ഇവിടെ ബാക്കി എനിക്കുള്ളത് ഇപ്പോൾ പുതുതായിട്ട് 3 രൂപ 72 പൈസ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ കാണുന്നത് നമുക്ക് ക്യാഷ് ബാക്കാണ്. ഇത് ലൈഫ് ടൈം ക്യാഷ് ബാക്ക് എന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഇത് നമുക്ക് ക്യാഷ് ബാക്കാണ്. ഈ പണമാണ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുക. അതായത് നമ്മൾ ഓരോ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന പണം ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക. ഓരോ പേയ്മെൻറ്റിനും ഇവിടെ കാണാം. താഴെ ഭാഗത്തേക്ക് നോക്കുക, 2 രൂപ കിട്ടിയിട്ടുണ്ട്. 2 രൂപ, 1.50, 2.40 അങ്ങനെ തുടങ്ങിയിട്ട് നല്ലൊരു സംഖ്യ നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് 1 മാസത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് മൊബൈൽ റീചാർജ് ചെയ്യാനുള്ള ക്യാഷൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ്. ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ ഉപയോഗിക്കുന്ന പണം, നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് സ്വൈപ്പ് ടു റിഡീം എന്നുള്ള ഈ ഭാഗം ഒന്ന് അവസാനം വരെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് ഇത് ക്യാഷ് ബാക്ക് കിട്ടി ഇവിടെ കാണുന്ന ഈ പണം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തും. ഇവിടെ റെഡീംഡ് എന്ന് കാണാൻ ഏറ്റവും മുകളിൽ ഇത് 121 രൂപ ഞാൻ വിഡ്രോ ചെയ്ത് ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതാണ്. രണ്ടാമത്തെ ഓൺ ദ വേ പേയ്മെൻറ്റ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓൺ ദ വേയിൽ കാണും. റെഡീമബിൾ എന്നുള്ളത് നമുക്ക് ഇനി പുതുതായിട്ട് ഞാനിപ്പം ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഇനി ബാലൻസ് ഉള്ളതാണ് ഈ കാണിക്കുന്നത്. ഇവിടെ ഏറ്റവും അവസാനം ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇതുവരെ നടത്തിയ എല്ലാ പേയ്മെൻറ്റ് ഡീറ്റെയിൽസുകളും ഇവിടെ കിട്ടും. നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് അയാളുടെ നമ്പറിലേക്കോ ഒക്കെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കാനൊക്കെ സാധിക്കും. നിങ്ങൾക്ക് റീചാർജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. നമ്മുടെ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യണമെങ്കിൽ ഗൂഗിൾ പേയിൽ നമ്മൾ 1 രൂപ 50 പൈസ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. നമുക്ക് ചാർജ് ഈടാക്കുന്നുണ്ട്. 1 രൂപ 50 പൈസ ഒക്കെ, ചില റീചാർജിന് 2 രൂപ ഒക്കെ ചാർജ് ഈടാക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഈ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ റീചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 രൂപയും ചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ റീചാർജ് എമൗണ്ട് അത് മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഇവിടെ അടുത്ത ഭാഗത്ത് നമ്മുടെ പ്രൊഫൈലുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന അക്കൗണ്ടുകൾ കാണും. ഇനി കൂടുതൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് ക്ലിക്ക് ചെയ്ത് അക്കൗണ്ടുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. ഇതിൽ ഏത് അക്കൗണ്ടാണോ നിങ്ങൾക്ക് പ്രൈമറി ആക്കണമെങ്കിൽ ആ അക്കൗണ്ടിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് പ്രൈമറി അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ പ്രൈമറി അക്കൗണ്ടിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.